എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം അദ്ദേഹം സ്വയം തീരുമാനിക്കേണ്ടതാണെന്ന് നടി ഉഷ ഹസീന. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായ നടപടിയെടുക്കുമെന്നാണ് വിശ്വാസം. ജയസൂര്യക്കെതിരായ ആരോപണം ഒട്ടും പ്രതീക്ഷിക്കാത്തത്. നടന്മാർക്കെതിരെ വ്യാജ പരാതികളും വരുന്നുണ്ട്. സത്യസന്ധമായ പരാതിയുടെ വിശ്വാസ്യത കളയാനാണ് ഇതെന്നും ഉഷ ഹസീന 24-നോട് പറഞ്ഞു. മുകേഷ് സ്വാഭാവികമായും സിനിമ നയരൂപീകരണ കമ്മിറ്റിയിലുള്ള ആളാണ്. നിലവിൽ ഭരണസമിതിയിലെ MLA കൂടിയാണ്. ധാർമ്മികത അദ്ദേഹം പാലിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. എല്ലാവരും സ്വയം ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി കേസ് എടുത്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിയമത്തിൻ്റെ മുന്നിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ടല്ലോ, ആ ടീമിൻ്റെ മുൻപിൽ വരാൻ ബാധ്യസ്ഥനാണ്, വന്ന് മൊഴി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആരോപണം വരുമ്പോൾ എന്താണോ മുൻകാലങ്ങളിൽ ഇത്തരം പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെടുത്ത് അത് ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അവരവർ തീരുമാനിക്കേണ്ട കാര്യം കൂടിയാണ്. ഈ സർക്കാർ എല്ലാം നിങ്ങളൊന്ന് സമാധാനപ്പെടുക, വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അനുകൂലമായ നിലപാട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കും. അപ്പോൾ ജയസൂര്യയൊക്കെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ സത്യത്തിൽ ഞെട്ടൽ തന്നെയായിരുന്നു. എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ, പിന്നെ അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. ഇതിൽ മുകേഷ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു അടക്കമുള്ളവരുടെ മറുവാദം ഇത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ള കൂടിയുണ്ട്. അതാണെങ്കിൽ ഈ മണിയമ്പിള്ള രാജു, ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കേസ് കൂടി അതും ആ രീതി കാണുന്നു. ചില ആൾക്കാർ പകപോക്കാനും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഒരാളോട് അയാളെ തകർക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, അയാളെ മോശക്കാരനാക്കണമെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനക്കേട്, നഷ്ടങ്ങളൊന്നും പിന്നെ തിരിച്ചു കൊടുക്കത്തില്ല. ചിലപ്പോൾ റെഫർ ചെയ്ത് അത് ഫേക്കാണ്, അതിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല കേസുകളും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് നിയമപരമായിട്ട് ഒരു നടപടിയും നേരിടേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി അതിൻ്റെ കൂടെ തുടക്കമായിരിക്കണം ഇത്. അത്തരത്തിൽ ആരെങ്കിലും വ്യാജ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അവരെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം.